ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിഷോപ്പ് കിച്ചൺ. അപ്പോൾ നമ്മുടെ ഡയറ്റ് ഫുഡിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് അപ്പോൾ ഫ്രഷായിട്ട് വെണ്ടയ്ക്ക തോട്ടത്തു നിന്ന് മുറിക്കുവാണ് കേട്ടോ. ഫ്രഷായിട്ട് ഉണ്ടാക്കുവാണ്. ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ വീട്ടിലൊക്കെ കൃഷി ചെയ്ത് എന്താ പറയുക, ഫ്രഷ് മായമൊന്നുമില്ലാത്ത വെണ്ടയ്ക്ക. അപ്പം നമുക്ക് വേണ്ടത് ആ വെണ്ടയ്ക്ക, പിന്നെ രണ്ട് മുട്ടയുടെ വെള്ളയാണ് വേണ്ട കേട്ടോ, മഞ്ഞ വേണ്ട. അപ്പോൾ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മുട്ടേൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളിയും 2 പച്ചമുളകും. നമുക്ക് പാത്രം വെച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. താല്പര്യമുള്ളവർ കടുക് ഇട്ടാൽ മതി കേട്ടോ. കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് പറങ്കി വാട്ട് പറങ്കി നമ്മൾ ചുവന്ന പറങ്കി താല്പര്യമുള്ളവർക്ക് അതിട്ടാം. ഞാൻ ഇട്ടിട്ടില്ല. ഉള്ളി പിന്നെ അതുപോലെ പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുങ്ങനെ ഉള്ളി വഴറ്റിയെടുക്കുകയാണ്. ആ ചെറുങ്ങനെ ഉള്ളി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തു. എന്താ അരിഞ്ഞ് വെച്ച വെണ്ടക്ക ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ മെഴുക്ക് വരട്ടി ഒന്നൊക്കെ ഉണ്ടാക്കുന്നത് ആ സ്റ്റൈലിൽ തന്നെ, മെഴുക്ക് വരട്ടീൻ്റെ ആ സ്റ്റൈലിൽ നമുക്കിന്ന് ഇളക്കി നല്ല സോട്ട് ചെയ്ത് ഇതിനങ്ങനെ വേവിച്ചെടുക്കാം. കാരണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, വെജിറ്റബിൾ ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ആ വെണ്ടക്കയുടെ വെള്ളം ഇറങ്ങിക്കോളും. വെള്ളം ഒഴിക്കണം, നല്ല വൃത്തിക്ക് സോട്ട് ചെയ്ത് ഇങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഡയറ്റി ഫുഡാണ് കേട്ടോ. അപ്പോൾ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ എല്ലാം അടിപൊളി സാധനമാണ്. ഷുഗർ പേഷ്യൻ്റ്, കൊളസ്ട്രോള് അസുഖമുള്ള ആൾക്കാരൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പറങ്ങിപ്പൊടി ഇത് 3 സ്വല്പം ചേർത്തു. ആവശ്യാനുസരണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്പൈസി കൂട്ടാം, ചില്ലി പൗഡർ കൂടുതലിടാം, അത് നിങ്ങളെ ഇഷ്ടം പോലെയാണ്. നിങ്ങൾ വഴട്ടി നല്ല വെന്ത് വരുന്നുണ്ട്. മെഴുക്ക് വരട്ടീൻ്റെ അതേ സ്റ്റൈൽ തന്നെ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് ആ മുട്ടയുടെ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ബുർജി ഉണ്ടാക്കുന്നില്ല വീട്ടിലൊക്കെ, അതേ ടൈപ്പ് തന്നെ. അപ്പോൾ ഇതിൽ വെച്ചാൽ ഡയറ്റ് ഫുഡാണ്. കാരണം കൊളസ്ട്രോളും ഷുഗറും ഉള്ള ആൾക്കാരൊക്കെ കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് വെണ്ടക്ക. നല്ലൊരു ഫലപ്രദമായ മരുന്ന് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. വെണ്ടയ്ക്കേൻ്റെ ഷുഗർ കുറക്കാനൊക്കെ. അതിലേക്ക് മുട്ടയുടെ വെള്ളം, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷാണ്, ഒരു വെറൈറ്റി ഡിഷാണ് വെണ്ടക്ക വിത്ത് എഗ് വൈറ്റ്. ബുർജി എന്ന് പറയുന്നത് വെണ്ടക്ക വിത്ത് എഗ് വൈറ്റ്. ഇത് നമ്മുടെ സാധനം റെഡിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ്, ഒരു ഹെൽത്തി ഫുഡാണിത്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം.